വെൽക്കം ടു PSCIM. ഇന്ത്യയിലെ തുറമുഖങ്ങൾ. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുജറാത്തിലെ കാണ്ഡ്ല തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം. ഇതിനടുത്താണ് കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുജറാത്തിലെ കാണ്ഡ്ല തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം. ഇതിനടുത്താണ് കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുംബൈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖമാണ്. വിക്ടോറിയ, ഇന്ദിര, പ്രിൻസ് എന്നീ ഡോക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം എന്ന് പറയുന്നത് കൊച്ചി വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്ത് ഈ പോർട്ട് പദവി ലഭിച്ച ആദ്യ തുറമുഖവും ഇതുതന്നെയാണ്. ഇന്ത്യയിൽ ഇരുമ്പയിരിൻ്റെ പകുതിയോളം കയറ്റുമതി ചെയ്യുന്ന മർമഗോവ തുറമുഖം 1964 മേജർ തുറമുഖമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഗോവയിലെ പ്രമുഖ നദികളായ സുവാരിയുടെയും മണ്ഡോവിയുടെയും സംഗമസ്ഥാനത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ പ്രമുഖ നദികളായ സുവാരിയുടെയും മണ്ഡോവിയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവ തുറമുഖം. ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യ തുറമുഖം. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യത്തെ തുറമുഖമാണ് ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശാഖപട്ടണം തുറമുഖം ഇന്ത്യയുടെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും ആഴമുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിശാഖപട്ടണം തുറമുഖം. പ്രകൃതിദത്തമായ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? അത് മുംബൈ തുറമുഖം. തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചെന്നൈ തുറമുഖം കൂടുതലും കൈകാര്യം ചെയ്യുന്നത് രാസവളങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുമാണ്. ഡോക്ടർ അംബേദ്കർ ഡോക്ക്, ഭാരതി ഡോക്ക് എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അംബേദ്കർ ഡോക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് തുറമുഖത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈ തുറമുഖത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതി ഡോക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈ ഡോക്കിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈ തുറമുഖത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വിരാമമിടാൻ വേണ്ടി നിർമ്മിച്ച എണ്ണൂർ തുറമുഖത്തിന് 1999 മേജർ തുറമുഖ പദവി ലഭിച്ചത്. ഇത് ഇപ്പോൾ കാമരാജ് തുറമുഖമെന്നും അറിയപ്പെടുന്നു. അപ്പോൾ എണ്ണൂർ തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് കാമരാജ് തുറമുഖം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖമായ തൂത്തുക്കുടി തുറമുഖം ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖങ്ങളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമായ കൊൽക്കത്ത തുറമുഖം ഹുഗ്ലി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നദീജന്യ തുറമുഖം എന്ന് പറയുമ്പോൾ അത് കൊൽക്കത്ത തുറമുഖമാണ്. തടാക തുറമുഖം എന്ന് പറയുമ്പോൾ കൊച്ചിയാണ്. ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും വിട്ടുമാറി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖമായ പോർട്ട് ബ്ലെയറാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി മേജർ പദവി ലഭിച്ച തുറമുഖം. കർണാടകയിലെ ഏക മേജർ തുറമുഖമായ ന്യൂ മാംഗ്ലൂർ മംഗലാപുരത്തിനടുത്ത് പനമ്പൂരിൽ നേത്രാവതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. മുംബൈ തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച നവശേവ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം നവശേവ തുറമുഖത്തിൻ്റെ പേരാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമായ പിപ്പാവാവ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന മുന്ദ്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം എന്ന് പറയുന്നത് മുന്ദ്ര, അത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമായ പിപ്പാവാവ് അതും ഗുജറാത്തിൽ തന്നെയാണ്.